രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുംചായ അങ്ങ് വെച്ച് വെക്കും കേട്ടോ. പിന്നെ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ അധികം ചൂട് ആവശ്യമില്ല, പെട്ടെന്ന് കുടിക്കാൻ പറ്റണം. അപ്പോൾ അതങ്ങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുടിക്കാൻ സമയമാകുമ്പോഴത്തേക്കും അതങ്ങോട്ട് ചൂടാറിയിട്ട് അങ്ങ് ഇരുന്നോളും. അതുകൊണ്ട് ഞാൻ വരുമ്പോഴേ എപ്പോൾ എഴുന്നേറ്റാലും ആദ്യം തന്നെ വെക്കുന്ന കടുംചായ. പിന്നെ ആണെങ്കിൽ ഇന്ന് താമസിച്ച് എഴുന്നേറ്റേ 9 ആകുമ്പോൾ ആൾക്ക് ഡ്യൂട്ടിക്ക് കയറണം. 9-9:15 അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് ഡ്യൂട്ടിക്ക് കയറണം. ഇപ്പം സമയം 8:30 ആയി. ഞാനിപ്പോൾ താമസിച്ചോട്ടോ എഴുന്നേൽക്കുന്നത്. സത്യം പറയാം, രാവിലെ എനിക്ക് പറ്റത്തില്ല പൊങ്ങി വരാൻ, അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് എഴുന്നേൽക്കുന്നത്. പിന്നെ രാവിലെ ഇവിടെ ഹെവി ആയിട്ടൊന്നും കഴിക്കണമെന്ന് താല്പര്യവും ആഗ്രഹവും അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്നത്തെയും എൻ്റെ തട്ടിക്കൂട്ട് കറിയാണ് സവോള വഴറ്റി അതിനകത്ത് എനിക്ക് മസാലയൊക്കെ ഇട്ടിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നും അത് തന്നെ പരീക്ഷിക്കാമെന്ന് വെച്ചു. കാരണം കടലയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോകും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എഴുന്നേൽക്കണം. കാരണം എനിക്ക് രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കും എന്നാ ഉണ്ടാക്കണ്ടേ. അപ്പോൾ എല്ലാം കുറേ കാര്യങ്ങൾ ആലോചിച്ച് വന്നിട്ട് ലാസ്റ്റ് ഞാൻ നിൽക്കുന്നത് സവോളക്കറി തന്നെയായിരിക്കും ചില ദിവസങ്ങളിൽ കേട്ടോ. ഒട്ടും എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ എനിക്ക് മൂടില്ലാത്ത ദിവസങ്ങളിൽ സവോളക്കറി ആയിരിക്കും കേട്ടോ ചെന്നെത്തി നിൽക്കുന്നത്. പിന്നെ ചില ദിവസങ്ങൾ ഇച്ചിരി തലേ ദിവസമൊക്കെ ചിക്കനൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. പിറ്റേ ദിവസം ഞാനാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഈസി പാലപ്പം അത് കൂട്ടി വെക്കും. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അത് പുളിച്ചു പൊങ്ങി ഇരുന്നോളും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഈ തട്ടിക്കൂട്ട് കറിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ ചെയ്യുന്നത്. അതാണ് എന്നെ പറയണത് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് സവോള ഈ ഒരു സവോള മതി ഞങ്ങൾക്ക് 2 പേർക്കുണ്ട്. ഞാൻ കൂട്ടത്തില്ല കറി, ഞാൻ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് രാവിലെ കഴിക്കാനൊന്നും എനിക്കങ്ങനെ തോന്നത്തില്ല. എനിക്കിപ്പോൾ ചിലപ്പോഴേ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുള്ളൂ. പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡലി, ദോശ ആ സംഭവങ്ങളൊക്കെ കേട്ടോ. ഇഡലി ആണെങ്കിൽ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും. പിന്നെ ദോശ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദോശയാണെങ്കിൽ മാവ് മേടിക്കുന്നില്ല, അതുകൊണ്ട് ദോശയില്ല. പക്ഷേ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചമ്മന്തി വേണം. ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് മിക്സിയില്ല. മിക്സി മേടിക്കാനൊക്കെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിനി അടുത്ത മാസത്തേക്ക് നാട്ടിലേക്കാവും. പിന്നെ അതിനെപ്പറ്റി പിന്നെ എന്തിനാ എക്സ്ട്രാ ഒരു ഇതെന്ന് വേണ്ടിയിട്ട് അത് മേടിച്ചില്ല. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് ഈ ദോശയുടെ കൂടെ ദോശയുടെ ഇഡ്ഡലിയുടെയും കൂടെ ചമ്മന്തി അങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇവിടെ റെഡിമെയ്ഡായിട്ട് ചമ്മന്തി മേടിച്ചുണ്ടാക്കും കേട്ടോ പുറത്തുനിന്ന്, അല്ലെങ്കിൽ കൂട്ടുകാരാരെങ്കിലും അവരുടെ വീട്ടിൽ നിന്നോ ഉണ്ടാക്കി കൊണ്ടുവരും, അങ്ങനെ കഴിക്കും. പിന്നെ സവോള ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര പാടാണ്. കാരണം ആ കത്തിയില്ലേ, പിച്ചാത്തി കൊണ്ടാണ് കേട്ടോ അരിയുന്നത്. കത്തിയാണെങ്കിൽ എവിടെയും ഉണ്ട്. അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് ഞാൻ അരിഞ്ഞെടുക്കും. അത് ഭയങ്കര പാടാണ്. ഒട്ടും മൂർച്ചയില്ല, പെട്ടെന്ന് അതിൻ്റെ മൂർച്ച പോകുന്നുണ്ട്. അതുകൊണ്ട് അരിയാൻ വേണ്ടിയിട്ട് ഞാൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. പയ്യെ അരിഞ്ഞെടുക്കുകയാണ്. എനിക്കാണെങ്കിൽ കുറച്ചും കൂടെ സ്മോളായിട്ട് അരിഞ്ഞിട്ട് മസാല ഇട്ടൊക്കെ എടുത്ത്, അപ്പോൾ കുറച്ച് ചെറുതായിട്ട് അരിയുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കറി നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ള രീതിക്ക് മനസ്സോടെ പണിയുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ മിച്ചം ഇരിപ്പുണ്ട്, പക്ഷെ അത് കൊള്ളത്തില്ല കേട്ടോ, പെട്ടെന്ന് മോശമായി. പിന്നെ അതിൻ്റെ പാത്രം മാറ്റിയിട്ട് അതിന് കഴുകിയിട്ട് അതിൻ്റെ അകത്ത് വേണം ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം വെട്ടി അരിഞ്ഞിട്ട് അടുപ്പത്തേക്ക് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാനാണെങ്കിൽ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കറി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഞങ്ങൾ പാല് മേടിച്ചു. ഇത് 10 രൂപയുടെ പാല്, 2 പേർക്ക് ഒരു നേരത്തേക്ക് ഇത് ധാരാളം. പെട്ടെന്നുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് താഴെ കടയിൽ പോയി ഇതൊക്കെ മേടിച്ചാൽ മതി. അങ്ങനെ അതും മേടിച്ചു, പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ആക്ഷനൊക്കെ കാണിച്ചൊഴിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ പരിപാടിയൊക്കെ തീർത്തേനെ. പെട്ടെന്ന് വലുതായിട്ട് കണ്ടിച്ച് ഞാൻ എടുത്ത് പാൽ ഒഴിച്ചേനെ കേട്ടോ. പിന്നെ ഇനി സത്യം പറഞ്ഞാൽ സ്വരത്തിനിങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോഴത്തേക്കും ജലദോഷമുണ്ട്.
അതിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ചായ കൂട്ടിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് വെറുതെ ഒന്ന് ഫോണിലേക്ക് നോക്കി, അപ്പോഴത്തേക്കും ചായ താഴെ വീണ് പോയി. സാരമില്ല. എനിക്കിപ്പോൾ നാട്ടിലൊക്കെ വെച്ച് ചായ കുടിക്കാൻ എനിക്കിഷ്ടം. എനിക്ക് ഇവിടുത്തെ തേയിലപ്പൊടി എനിക്കിഷ്ടമാകുന്നില്ല. അപ്പം ഇന്ന് ബ്രെഡാട്ടോ. ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇന്നലെ ദോശ ഉണ്ടാക്കി, ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഗോതമ്പ് ദോശയും ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ബ്രെഡും സവോളയുടെ ചാറും അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് രാവിലെ കഴിക്കാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാനൊരു മൂഡ് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇങ്ങനെ വിശക്കുന്നില്ല ഇപ്പോൾ. പിന്നെ വിശക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് കഴിക്കും. പിന്നെ ചായ, ആ ചായയുടെ കുറച്ച് താഴെ വീണ് പോയി. പിന്നെ എനിക്ക് തിന്നാൻ തോന്നുന്ന റസ്ക്കാണ് കേട്ടോ. രാവിലെ കഴിഞ്ഞ ദിവസം റസ്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചു ഞാൻ രാവിലെ. പിന്നെ ബ്രെഡ് പിന്നെ വിശക്കുമ്പോൾ തിന്നാലോ, പിന്നെ എപ്പോഴാണെങ്കിലും മാറ്റി വെച്ചാൽ.